നമസ്കാരം, ഞാൻ ഡോക്ടർ അമ്മു ദിലീപ്. ഞാൻ ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ENT കൺസൾട്ടൻ്റ് ആണ്. നമ്മുടെ OPയിൽ വളരെ കോമൺ ആയിട്ട് പേഷ്യൻസ് പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ചെവിയിൽ മൂളിച്ച ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ ഒരു മെഡിക്കൽ ടേം എന്ന് പറയുന്നത് ടിനിറ്റസ് എന്നുള്ളതാണ്. ഈ ടിനിറ്റസ് പേഷ്യൻസിനായാലും ഡോക്ടേഴ്സിനായാലും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പേഷ്യൻസിനെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. നമ്മൾ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ ടിനിറ്റസ് എന്ന് പറയുന്നത്. കാരണം ഈ ടിനിറ്റസ് പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. ഇപ്പം പ്രധാനമായിട്ടും നമുക്ക് ഏജ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കേൾവിയുടെ ഞരമ്പിനൊരു ഡാമേജ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കേൾവിക്കുറവും ഈ മൂളിച്ചയും പേഷ്യൻറ്റിന് അനുഭവപ്പെടാറുണ്ട്. പിന്നീട് സൗണ്ടൊക്കെ ഒരുപാടുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ നോയ്സ് എക്സ്പോഷർ കാരണം ചിലപ്പോൾ കേൾവിയുടെ ഞരമ്പ് ഡാമേജ് ആവാം. അത് കാരണവും ഈ കേൾവിക്കുറവും മൂളിച്ചയും പേഷ്യൻസിന് അനുഭവപ്പെടാം. മറ്റൊരു കണ്ടീഷനാണ് മിനിയേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ ഉൾച്ചെവിയിൽ എൻഡോലിംഫ് എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ഉണ്ട്. അത് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ മിനിയേഴ്സ് ഡിസീസ്. അതിലും പേഷ്യൻറ്റിന് ഈ മൂളിച്ച, കേൾവിക്കുറവ്, തലചുറ്റൽ അങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. പിന്നെ നമ്മുടെ കേൾവിയുടെ ഞരമ്പിന് എന്തെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്യൂമർ നമ്മുടെ കേൾവിയുടെ ഞരമ്പിനെ കംപ്രസ് ചെയ്താലും പേഷ്യൻസിന് ടിനിറ്റസ് അനുഭവപ്പെടാം. പിന്നെ നമ്മുടെ ചെവിയുടെ അടുത്തുള്ള എന്തെങ്കിലും രക്തക്കുഴലുകൾക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിലും മൂളിച്ച അനുഭവപ്പെടാറുണ്ട്. പിന്നെ ഉൾച്ചെവിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും കേൾവിയുടെ ഞരമ്പിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ലാബ്രിന്തൈറ്റിസ്, ന്യൂറോണൈറ്റിസ് എന്നൊക്കെ പറയും. അങ്ങനത്തെ കണ്ടീഷൻസിലും ചിലപ്പോൾ ഈ മൂളിച്ച അനുഭവപ്പെട്ടേക്കാം. ഇതൊന്നും കൂടാണ്ട് ചിലപ്പോൾ നമ്മുടെ ചെവിയിൽ കുറച്ച് കൂടുതലായിട്ട് വാക്സ് ഇമ്പാക്റ്റഡ് ആയിട്ട് ഇരുന്നാലും പേഷ്യൻസിന് മൂളിച്ച അനുഭവപ്പെടാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ടിനിറ്റസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമുക്ക് വാക്സ് കൊണ്ടുള്ള ടിനിറ്റസ് ആണെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻസിന് നല്ല റിലീഫ് കിട്ടും. പക്ഷെ മറ്റ് കണ്ടീഷൻസ് അങ്ങനെയല്ല. അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഇവാലുവേഷൻ ചെയ്യേണ്ടതുണ്ട്. ഇവാലുവേറ്റ് ചെയ്ത് എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഹിയറിംഗ് ടെസ്റ്റുകൾ ചെയ്യും. ചിലർക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതലായിട്ടുള്ള ഹിയറിംഗ് ഇവാലുവേഷൻസ് വേണ്ടി വന്നേക്കാം, സ്കാനിങ് ഒക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഇവാലുവേഷൻ കഴിഞ്ഞ് എന്താണെന്നുള്ള ഡയഗ്നോസിസിൽ എത്തിയതിന് ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പം ട്രീറ്റ്മെൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെഡിസിൻസ് കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ ടിനിറ്റസ് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു തെറാപ്പി അവൈലബിൾ ആണ്. അതായത് ടിനിറ്റസ് റിട്രെയിനിങ് തെറാപ്പി എന്ന് പറയും. അതായത് ടിനിറ്റസ് ഉള്ള പേഷ്യൻറ്റിനെ ഈ ഒരു കണ്ടീഷനായിട്ട് അഡാപ്റ്റ് ആക്കി എടുക്കാനുള്ള ഒരു ശ്രമമാണ് ഈ തെറാപ്പി വഴി ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. ഈ ഹിയറിംഗ് എയ്ഡിനുള്ളിൽ തന്നെ ഈ ടിനിറ്റസിനെ മാസ്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുമ്പോൾ പേഷ്യൻസിന് ടിനിറ്റസ് അധികം ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് ടിനിറ്റസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യാം. താങ്ക് യു.